ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് സാഹിത്യകാരന്മാരെയും അവരുടെ തൂലികാ നാമങ്ങളെയും പരിചയപ്പെടാം. നമുക്കറിയാം, മലയാളത്തിലേതെന്നല്ല മറ്റു ഭാഷകളിലേതായാലും പല സാഹിത്യകാരന്മാരും അവരുടെ തൂലികാ നാമങ്ങൾ വഴിയാണ് രചനകൾ നടത്താറുള്ളത്. പല സാഹിത്യകാരന്മാരുടെയും തൂലികാ നാമങ്ങൾ നമുക്ക് പരിചിതമായിരിക്കും എങ്കിൽ അവരുടെ യഥാർത്ഥ നാമം പലപ്പോഴും നമുക്ക് അപരിചിതമായിരിക്കും. നമുക്കിന്ന് കുറച്ച് സാഹിത്യകാരന്മാരെ, മലയാളത്തിലെ കുറച്ച് സാഹിത്യകാരന്മാരെയും അവരുടെ തൂലികാ നാമങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി കോവിലൻ. കോവിലൻ എന്നറിയപ്പെടുന്നത് VV അയ്യപ്പനാണ്. കോവിൽ എന്ന് പറഞ്ഞാൽ അമ്പലം അല്ലെ, അമ്പലത്തിലെ പ്രതിഷ്ഠ അയ്യപ്പൻ. അപ്പൊ കോവിലൻ എന്നറിയപ്പെടുന്ന ആരാണ്? VV അയ്യപ്പനാണ്. മറ്റൊരു സാഹിത്യകാരനാണ് വിലാസിനി. വിലാസിനി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സ്ത്രീയുടെ പേരുമായി സാദൃശ്യം തോന്നും അല്ലെ. എങ്കിൽ വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് MK മേനോൻ എന്ന സാഹിത്യകാരനാണ്. വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? MK മേനോനാണ്. ഈ വിലാസിനി എന്ന സാഹിത്യകാരന്റെ പ്രധാന രചനയാണ് ഇത് അവകാശികൾ. അവകാശികൾ എന്ന നോവൽ മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എന്ന നോവലിന്റെ കർത്താവാണ് ആര്? വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന MK മേനോൻ. മറ്റൊരു സാഹിത്യകാരനാണ് മാലി. മാലി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? മാധവൻ നായർ ആണ് അല്ലെ. മാലി മാധവൻ നായർ എന്ന് പഠിച്ചു വെച്ചാൽ നമുക്കത് എളുപ്പത്തിൽ അങ്ങ് മൈൻഡിലേക്ക് വരും. അപ്പോൾ മാലി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? മാധവൻ നായർ. ഈ മാധവൻ നായർ തന്നെ മാലി, മാവേലി, വനമാലി എന്നീ തൂലികാ നാമങ്ങളിൽ കൂടി രചനകൾ നടത്തിയിട്ടുണ്ട്. ഒരു പ്രശസ്തനായ ഒരു ബാലസാഹിത്യകാരനാണ് ആര്? ഈ മാലി എന്നറിയപ്പെടുന്ന മാധവൻ നായർ. മറ്റൊന്ന് നന്ദനാർ. നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് PC ഗോപാലനാണ്. PC ഗോപാലനാണ് എന്ത്? നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്. മറ്റൊരു സാഹിത്യകാരനാണ് സഞ്ജയൻ. ആക്ഷേപഹാസ്യ രചനയുടെ തുടക്കക്കാരിൽ ഒരാളായ സഞ്ജയൻ MR നായരാണ്. ആക്ഷേപഹാസ്യ രചനയുടെ തുടക്കക്കാരിൽ ഒരാളായ സഞ്ജയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? MR നായരാണ്. മറ്റു നമുക്ക് പരിചിതനായ ഒരു സാഹിത്യകാരനാണ് ഉറൂബ്. ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് PC കുട്ടിക്കൃഷ്ണനാണ്. ഉറൂബിന്റെ പല രചനകളും നമുക്ക് പരിചിതമാണ്. ഉമ്മാച്ചു, സുന്ദരികളും സുന്ദരന്മാരും, മിണ്ടാപ്പെണ്ണ്, അങ്ങനെ ധാരാളം കൃതികൾ രചിച്ച ഉറൂബ്. അദ്ദേഹത്തിന്റെ ധാരാളം കൃതികൾ സിനിമയായി മാറിയിട്ടുണ്ട് അല്ലെ. മറ്റൊരു സാഹിത്യകാരനാണ് അഭയദേവ്. അഭയദേവ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? അയ്യപ്പൻ പിള്ള. അഭയദേവ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് അയ്യപ്പൻ പിള്ളയാണ്. പിന്നീട് ചെറുകാട് നോവലിസ്റ്റ് ആണ്, കവിയാണ്. ചെറുകാട് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് C ഗോവിന്ദ പിഷാരടിയാണ്. ചെറുകാട് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? C ഗോവിന്ദ പിഷാരടിയാണ്. അതുപോലെ ഈ ചെറുകാടിന്റെ ആത്മകഥ ഒരു പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ജീവിതപാത എന്നാണ്. ജീവിതപാത എന്ന ആത്മകഥയുടെ രചയിതാവ് ആരാണ്? ചെറുകാടാണ്. ചെറുകാട് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന C ഗോവിന്ദ പിഷാരടിയാണ്. മറ്റൊരു സാഹിത്യകാരനാണ് കാക്കനാടൻ അല്ലെ. കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ജോർജ് വർഗീസ് ആണ്. കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ജോർജ് വർഗീസ് ആണ്. അതുപോലെ പ്രേംജി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് MP ഭട്ടതിരിപ്പാടാണ്. ഒന്നുകൂടെ നോക്കാം. കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് VV അയ്യപ്പനാണ്. വിലാസിനി MK മേനോൻ, മാലി മാധവൻ നായർ, നന്ദനാർ PC ഗോപാലൻ, സഞ്ജയൻ MR നായർ, ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ, അഭയദേവ് അയ്യപ്പൻ പിള്ള, ചെറുകാട് C ഗോവിന്ദ പിഷാരടി, കാക്കനാടൻ ജോർജ് വർഗീസ്, പ്രേംജി MP ഭട്ടതിരിപ്പാട്. മറ്റൊന്ന് ആശാമേനോൻ. ആശാമേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് K ശ്രീകുമാർ എന്ന മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ ഒരു നിരൂപകനാണ്. ആശാമേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് K ശ്രീകുമാർ ആണ്. മറ്റൊന്ന് കേസരി ബാലകൃഷ്ണ പിള്ള എന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചു വരാറുള്ളത്. അതുകൊണ്ട് നമുക്കത് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. കേസരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ബാലകൃഷ്ണ പിള്ളയാണ്. അതുപോലെ ഏകലവ്യൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് KM മാത്യു ആണ്. പട്ടാള നോവലുകളിലൂടെ ശ്രദ്ധേയനായ ഒരു സാഹിത്യകാരനാണ് KM മാത്യു. സൈനിക ജീവിതം പരിചയപ്പെടുത്തുകയും ധാരാളം പട്ടാള നോവലുകൾ രചിക്കുകയും ചെയ്ത സാഹിത്യകാരനാണ് ആര്? ഏകലവ്യൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന KM മാത്യു. അതുപോലെ ON വേലായുധക്കുറുപ്പ്. ONV എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ON വേലായുധക്കുറുപ്പാണ്. പിന്നീട് ഇന്ദുചൂടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് KK നീലകണ്ഠനാണ്. ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ അല്ലെ. ചന്ദ്രനെ തലയിൽ ചൂടിയതാരാ?
ശിവനാണ് അല്ലെ. ശിവന്റെ കഴുത്തല്ലേ നീലകണ്ഠൻ, നീലകണ്ഠനാണ് ശിവൻ. അപ്പോ ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? നീലകണ്ഠനാണ്. കെ നീലകണ്ഠൻ. തിക്കോടിയൻ, തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കുഞ്ഞനന്തൻ നായരാണ്. തീ തീ എന്ന് പറഞ്ഞ തീ കണ്ടാൽ ആരോടും? പാമ്പ് ഓടും അല്ലെ. തീ കണ്ടോടിയവൻ കുഞ്ഞനന്തൻ നായർ. അനന്തൻ എന്ന് പറഞ്ഞ പാമ്പാണ് അല്ലെ. അപ്പൊ തീ കണ്ടോടിയവൻ കുഞ്ഞനന്തൻ നായർ. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കുഞ്ഞനന്തൻ നായർ. ഇത് ഒന്നുകൂടെ നോക്കാം. ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാർ ആണ്. ആശാമേനോൻ എന്ന് കേൾക്കുമ്പോൾ ഒരു സ്ത്രീയുടെ പേരുമായി സാമീപ്യം തോന്നുന്നു അല്ലെ. അപ്പൊ ആശാമേനോൻ കെ ശ്രീകുമാർ ആണ്. അതുപോലെ വിലാസിനി നമ്മൾ മുന്നേ പറഞ്ഞു MK മേനോനാണ്. കേസരി ബാലകൃഷ്ണ പിള്ളയാണ്. ഏകലവ്യൻ KM മാത്യു ആണ്. പട്ടാള നോവലുകളുടെ ശ്രദ്ധേയനായ കഥാകൃത്താണ് ആര്? ഈ KM മാത്യു. ഏകലവ്യൻ KM മാത്യു. ONV കുറുപ്പ് അല്ലെ. ON വേലായുധ കുറുപ്പ്. ഇന്ദുചൂടൻ എന്നറിയപ്പെടുന്നത് KK നീലകണ്ഠൻ. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കുഞ്ഞനന്തൻ നായർ. ഇത്രയുമാണ് തൂലികാനാമങ്ങളുമായി ബന്ധപ്പെട്ടത്. ഇവയാണ് PSC നിരന്തരമായി ചോദിച്ചുള്ളത്. കൂടുതൽ തൂലികാനാമങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും ബൈ. താങ്ക് യു.